ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 26 മുതൽ ജൂൺ മാസം 1 തീയതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എല്ലാ എപ്പിസോഡിലും ഇത് പറയാറുണ്ട്. എന്നാലും അത് വീണ്ടും ആവർത്തിക്കുകയാണ്. കാരണം ഇവിടുത്തെ ആചാരങ്ങൾ, ഭാരതീയമായിട്ടുള്ള ആചാരങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല, ഉള്ളിലുള്ള ഈശ്വരീയ ശക്തിയെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ് ജപധ്യാനാദികളും ക്ഷേത്രാദി കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത്. ജപധ്യാനാദികളിലൂടെ അത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്യൂറേറ്റീവ് എല്ലാ കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ശക്തി, ആ പരിഹരിക്കുന്ന ഒരു ശക്തി, അതാണ് ക്യൂറേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. നമുക്ക് വേണ്ടി ഉള്ള സൃഷ്ടികൾ, ആ ക്യൂറേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ശക്തികളെ നമുക്ക് മാഗ്നിഫൈ ചെയ്യുക, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജപധ്യാനാദികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ ജപത്തിനും ധ്യാനത്തിനും ക്ഷേത്ര ദർശനത്തിനും അവിടെ കഴിയുമെങ്കിൽ ചെറിയ വഴിപാടുകൾ കഴിക്കുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം കാണേണ്ടത്. അതിൽ വിശ്വാസമുള്ളവരാണ് ഈ പ്രോഗ്രാം കാണേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പ്രവചനങ്ങൾക്കല്ല, സൂചനകൾക്ക് പ്രാധാന്യമാണ് ഇവിടെ കൊടുക്കുന്നത്. ആ സൂചനകൾ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. ആ ദേവതാ പ്രാർത്ഥന കൊണ്ട്, ദേവതാ തൃപ്തി കൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും അനുകൂലമല്ലാത്ത ഫലങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാനും കഴിയും എന്നുള്ള ഭാരതീയ വിശ്വാസം, ജ്യോതിഷ ശാസ്ത്രത്തിലുള്ള ആചാരങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ പ്രോഗ്രാമിലെ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളും പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ പ്രോഗ്രാം കാണേണ്ടത്. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. പൊതുവെ ഈ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് ഈ വാരം കാണുന്നത് എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം. അനുകൂലം നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാകുക അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. ജോലിക്കാര്യത്തിനും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കും മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ, അതായത് ബെറ്റർ എക്സ്പീരിയൻസസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അത് വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യം, ജോലി ഒന്ന് സ്ഥിരപ്പെടുവാനോ അല്ലെങ്കിൽ ചെറിയൊരു വരുമാനമോ ഉള്ള ഭാഗ്യം, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയൊരു വരുമാനമോ സഹായമോ ലഭിക്കുവാനോ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റൽ സെക്ടറിൽ നിന്നും പ്രൈവറ്റ് സെക്ടറിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കാം എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിച്ച് മുന്നോട്ട് പോവുക. ഈ അനുകൂലമായിട്ടുള്ള ഒരു കാലം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും ഭാവിയിലെ ഫലങ്ങൾ വരുന്നത് എന്നുകൂടി അറിയാം. എപ്പോഴും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പഠിക്കണം, പഠിച്ചാൽ മാത്രമേ അനുകൂലമായിട്ടുള്ള സമയങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, അതിപ്പോൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നല്ല മാർക്സ് എന്തായാലും കിട്ടുമല്ലോ. നന്നായിട്ട് പഠിച്ചാലും നമ്മൾ അക്കാഡമിക്സിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാകും, കോളേജ് സ്കൂൾ ക്ലാസ്സസിൽ നന്നായിട്ട് പഠിച്ചാലും ചിലപ്പോൾ അത്രത്തോളം നല്ല മാർക്സ് ലഭിക്കണം എന്നില്ല. അത്രത്തോളം നല്ല മാർക്സ് ലഭിച്ചാലും ഒരു പക്ഷേ നല്ലൊരു ജോലി അങ്ങോട്ട് തരപ്പെടണം എന്നില്ല. അത് പലപ്പോഴും നമുക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, വേറൊരു വേർഡ്, ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് എന്നുള്ളതുകൊണ്ട് നമ്മളതിനെ ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം എന്ന് വിളിക്കുന്നു. പലപ്പോഴും ജോലിക്കാര്യം, വിവാഹകാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ലക്ക് ഫാക്ടർ വളരെ ഡോമിനൻ്റ് ആണെന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത വാരമാണ്. വിവാഹാലോചനകൾ വരുവാനും വിവാഹ നിശ്ചയത്തിനുമൊക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. യാത്രയിൽ അല്പം അലച്ചിൽ, പണച്ചെലവ് ഒക്കെ ഉണ്ടാകാമെങ്കിൽ തന്നെയും ബന്ധുസമാഗമം എന്ന് നമ്മൾ ബന്ധുക്കളെയൊക്കെ കാണുക, പരിചയമൊക്കെ പുതുക്കുക കൂട്ടുകാരുമായിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പഴയ കടമൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുവാൻ
പറ്റിയൊരു സമയമായതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വാരമാണെന്നും പ്രത്യേകിച്ചറിയുക. പുതിയ ലോണിനും ചിട്ടിക്കുമൊക്കെ ശ്രമിക്കുക. പൊതുവെ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു താല്പര്യം ഹൈലി പ്ലേസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും IT സെക്ടറിലുള്ളവർക്കും ഒക്കെ വരുന്ന ഒരു സമയമാണെന്നറിയാം. IT സെക്ടറിലൊക്കെ പുതിയൊരു ജോലിക്കുള്ള അവസരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അനുകൂലമാണ് പൊതുവെ ഇത്തരത്തിലുള്ള ഫലസൂചനകൾ എന്നുള്ളതുകൊണ്ട് തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓം ഗണേശായ നമഃ, ഓം ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ എന്നുള്ള ഗണേശ അഷ്ടോത്തര ശതനാമാവലി സമർപ്പണ മനോഭാവത്തോടെ ഗണപതിയെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജപിക്കുക. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. യാത്രകളിൽ ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒന്ന് ശ്രദ്ധിച്ചോളുക എന്നുള്ളതാണ് പ്രധാനം. ശിവപ്രീതി കൂടി ഉണ്ടെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യം കൂടി വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് സന്തോഷമായി മുന്നോട്ട് പോവുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്രകൾ അലച്ചിൽ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ യാത്ര കൊണ്ട് നേടിയെടുക്കുവാൻ പറ്റണം എന്നില്ല. പക്ഷെ എന്നാലും യാത്രകൾ അനിവാര്യമായിരിക്കാം. ആ യാത്ര കൊണ്ട് പിന്നീട് നമുക്കൊരു പക്ഷേ നേട്ടങ്ങൾ വന്നേക്കാം എന്നുള്ളതുകൊണ്ട് ഹൈ കോൺടാക്ട്സ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ട ഒരു വാരമാണെന്നും അറിയാം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് വരുമാനം കൂടുതൽ വന്നു ചേരുവാനുള്ള ഒരു യോഗം ഈ വാരം കാണുന്നു. ഹോട്ടൽ ബിസിനസ്, മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് അങ്ങനെയുള്ളവർക്ക് ഉയർച്ചയുടെ ഒരു സൂചനയും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പഴയ ബാധ്യത, കടമൊക്കെ ഉള്ളവർക്ക്, അതൊരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളും ഈ വാരം സൂചനയിൽ കാണുന്നുണ്ട്. കാരണം ദൈവാധീനം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കനകധാരാ സ്തോത്രം ജപിച്ചോളൂ. കൂടുതൽ ബാധ്യതയുള്ളവർ ജപിക്കേണ്ട സ്തോത്രം കനകധാരാ സ്തോത്രമാണ്. മഹാലക്ഷ്മിയെ മനസ്സുകൊണ്ട് സങ്കൽപ്പിച്ച് അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം എന്നാരംഭിക്കുന്ന കനകധാരാ സ്തോത്രം. ആ രൂപധ്യാനം എന്ന് പറയും. മനസ്സുകൊണ്ട് ദേവിയുടെ രൂപം അങ്ങനെ കണ്ടു വേണം ജപിക്കാനായിട്ട്. ജപിച്ചോളൂ. നല്ല ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സാമ്പത്തികമായിട്ട് ഏതെങ്കിലും മാർഗത്തിലൂടെ ദേവി അല്പം പണം നമുക്ക് എത്തിച്ചു തരും എന്നാണ് വിശ്വാസം. അതിലൂടെ പഴയ ബാധ്യതകൾ ഒന്ന് മാനേജ് ചെയ്യാനോ അല്പം ഒന്ന് കുറയ്ക്കുവാനോ കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ജോലിയിൽ ട്രാൻസ്ഫർ അത്ര അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ ആകണമെന്നില്ല, അല്ലെങ്കിൽ അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുവെങ്കിലും മെൻ്റൽ ടെൻഷൻ ഏറിയിരിക്കും. ഓഫീസിൽ കൊളീഗ്സിനെ കൊണ്ടോ സുപ്പീരിയർ ഒഫീഷ്യൽസിനെ കൊണ്ടോ ചെറിയ പ്രയാസങ്ങൾ വരാം. പ്രൈവറ്റ് പൊതുവെ ഫേംസിലാണെന്നുണ്ടെങ്കിൽ ജോലി മാറുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. ഇതിപ്പോൾ ഇവിടെ ആകെ നമുക്ക് മനസ്സിനൊരു സമാധാനം ഇല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജോലി മാറുവാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഈ ജോലി മാറുവാൻ പറ്റിയ സമയമല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ ഓർമ്മയുണ്ടാവണം. കാരണം ദൈവാധീനം അല്പം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി മാറിയാൽ പുതിയ ജോലി കിട്ടാനൊക്കെ ഒരുപക്ഷെ വൈകാം. അതിനുള്ള സാധ്യത കുറച്ച് വൈകാം എന്നുള്ളതുകൊണ്ട് ജോലി മാറുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. മനോനിയന്ത്രണം അത്യാവശ്യമാണ്. വേണ്ടപ്പെട്ടവരുടെ ആയാലും അന്യരുടെ ആയാലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇടപെട്ടാൽ തന്നെ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു അഭിപ്രായം പറയുക. കാരണം തെറ്റിദ്ധാരണകൾ ഏറെ വരുവാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാന കുറവും വരാം. പിന്നെ വ്യക്തികളെ കൊണ്ടോ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ചില അവസ്ഥയും ഈ വാരത്തിൻ്റെ സൂചനകളിൽ കാണുന്നു. ഭദ്രകാളി പ്രീതി അത്യാവശ്യമാണ്. ചൊവ്വാഴ്ച ഭദ്രാക്ഷേത്ര ദർശനം നടത്തി അവിടെ കുങ്കുമാർച്ചന കഴിപ്പിക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ അവിടെ കുങ്കുമാർച്ചന കഴിപ്പിക്കുക. നമ്മുടെ ചില വ്യക്തികളെ കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചു, ചില പ്രയാസങ്ങൾ വരാം, തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുവാൻ ഈ പ്രാർത്ഥന, ഭദ്രകാളി പ്രാർത്ഥന കൊണ്ട് കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ പ്രാർത്ഥനകൾ സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ 3/4 ഭാഗം.
ഗൃഹത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു അധിക എക്സ്പെൻഡിച്ചർ വരാം, അധിക ചെലവ് വരാം എന്നുള്ളതാണ്. കുട്ടികളുടെ കാര്യത്തിലായാലും കുടുംബാംഗങ്ങളുടെ കാര്യത്തിലായാലും അവിചാരിതമായിട്ട് പ്രായമായവർക്കാണെങ്കിൽ അവരുടെ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ വരാം. സ്വന്തം കുടുംബത്തിലെ ആർക്കെങ്കിലും അല്ലെങ്കിൽ സ്വയം തന്നെയും ആരോഗ്യത്തിന് അത്ര ശുഭമായിട്ടുള്ളൊരു കാലമല്ല എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലോ പ്രൊഫൈലിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. വസ്തു വാങ്ങുവാനാണെങ്കിലും വിൽക്കുവാനാണെങ്കിലും അതിൻ്റെ ലീഗൽ സൈഡ് ഒന്ന് നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രം വിൽക്കുവാനോ വാങ്ങുവാനോ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലോ കോളേജിലോ ഒക്കെ ചെറിയ പ്രയാസങ്ങൾ വരാം എന്നുള്ളതാണ്. അവിടെയും വ്യക്തികളെ കൊണ്ട് ചില പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അത്യാവശ്യം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ശ്രീ ദുർഗാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ദുർഗ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളായാലും കുറച്ച് ബിസിനസ്സിലുള്ള കുറച്ച് പ്രായമായവരായാലും അവർക്കൊക്കെ ഒരു രക്ഷ, ഒരു പ്രൊട്ടക്ഷൻ നൽകുവാൻ പര്യാപ്തമാണ് എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക, അത് വളരെ പ്രധാനമാണ്. അവിടെ ഒരു പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിച്ചു, ഒരു ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രണയത്തിനൊന്നും അത്ര നല്ല വാരമല്ല എന്നും പ്രത്യേകിച്ച് അറിയണം. അത് വളരെ പ്രധാനമാണ്. പ്രണയമൊക്കെ വിദ്യാർത്ഥികൾക്ക് വരാൻ ഒരു റോങ് ചോയ്സ് വരാനുള്ള ഒരു സാധ്യത ഏറെ ഉള്ളതുകൊണ്ട് പ്രണയം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കുടുംബത്തിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോവുക. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം. വരുമാനം വർദ്ധിക്കുവാനും അതുകൊണ്ട് തന്നെ പഴയ ബാധ്യതകൾ അല്പം ഒന്ന് കുറയ്ക്കുവാനും കഴിയുന്ന കാലമാണ്, വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. പണം അല്പം ലഭിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ശ്രമിക്കേണ്ട ഒരു സമയമാണ്, വാരമാണ്. അത് ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴൻ്റെ അനുകൂല ഭാവമുണ്ട് എന്നുള്ളതുകൊണ്ട് വസ്തു വിൽക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചു കാലമായിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പീരീഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാം. വസ്തു വിൽപ്പന കൊണ്ട് ഒരു പക്ഷേ ബാധ്യതയൊക്കെ തീർക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സുകൊണ്ട് അറിഞ്ഞ് മുന്നോട്ട് പോകുക. അപ്പോൾ വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾ വസ്തു വിൽക്കുവാൻ ഉദ്ദേശം ഉണ്ട് എന്ന് അത് എന്തെങ്കിലും കാരണവശാൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു ശുദ്ധി വരുത്തുന്നത് നല്ലതാണ്. അടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം വാങ്ങി തളിച്ച് ശുദ്ധമാക്കുക. നമ്മൾ പുണ്യാഹ ശുദ്ധി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് വസ്തുവിൽ തളിച്ച് ശുദ്ധമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിറ്റുപോകാത്ത വസ്തു വിറ്റുപോകുവാൻ ഭാഗ്യമുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട് എന്നറിയാം. വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്, അവർക്ക് ചില നേട്ടങ്ങളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിയുക. കുറച്ചൊരു റെക്കഗ്നിഷൻ, കല, സാഹിത്യം, സംഗീതം ഇങ്ങനെയുള്ള ഫീൽഡിൽ, സിനിമയായാലും ടി വി ആയാലും അവർക്കൊരു റെക്കഗ്നിഷൻ, അംഗീകാരം, പൊതുവേ ഒരു മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന, എനർജി വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നും അറിയുക. ആ ഒരു ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവർക്കും ആ ഒരു പ്രായത്തിലുള്ളവർക്കുമൊക്കെ പ്രണയ സാധ്യത കൂടുതലാണ്. ചിലർക്കൊക്കെ പ്രണയം വരാം. അത് സൗഹൃദവുമാകാം. നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന് വരാനുള്ള ഒരു ഭാഗ്യമുള്ള സമയമായതുകൊണ്ട് സന്തോഷത്തോടു കൂടിയിരിക്കുക. നമ്മളെപ്പോഴും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുറേ കാലമായിട്ട് വിവാഹ കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക്, രാഹുദോഷം, ചൊവ്വാദോഷം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. വിദേശ ജോലിയോ അല്ലെങ്കിൽ വിദേശത്തോ ദൂരദേശത്തോ ജോലിക്കോ എഡ്യൂക്കേഷനോ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലൊരു പ്രോഗ്രസ്സിൻ്റെ, ഒരു സിസ്റ്റമാറ്റിക് റൈസിൻ്റെ ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വാരമാണെന്ന് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. എന്ന് മാത്രമല്ല, തിങ്കളാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ചയാകാം. അതുപോലെ ദുർഗാക്ഷേത്ര ദർശനവും തിങ്കളാഴ്ച ആകാവുന്നതാണ്. ദുർഗാ സ്തോത്രം കൂടി ജപിച്ചോളൂ. തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും.
ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ചില കാര്യങ്ങളിൽ ഒരു അൺസർട്ടൻറ്റി, അതായത് കാര്യം നടക്കോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ കാരണം മനസ്സിന് ടെൻഷൻ ഏറുന്ന സമയമാണ്. ബിസിനസ്സിൽ പുതിയ പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ളൊരു ഫേവറബിൾ ഇൻഡിക്കേഷൻ കാണിച്ചിട്ട് പിന്നെ പെട്ടെന്ന് അതങ്ങോട്ട് മറയുക, അങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ ഒരു ലൈസൻസ് ലഭിക്കുക, അല്ലെങ്കിൽ ഒരു പെർമിഷൻ ലഭിക്കുക, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ ലഭിക്കുക, എവിടെന്നെങ്കിലും ചിട്ടിയിൽ നിന്നോ ലോണിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡിൽ നിന്നുമൊക്കെ നമ്മളൊരു ക്യാഷ് സഹായം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനൊരു തടസ്സം വന്നതായിട്ട് അനുഭവപ്പെടാം. അൺസർട്ടൻറ്റി, ചില വ്യക്തികളൊക്കെ പെട്ടെന്ന് നമ്മുടെ അനുകൂല ഭാവത്തിൽ നിന്നവരൊക്കെ തടസ്സം നിൽക്കുന്നില്ലേ എന്നുള്ളൊരു സംശയവും നമുക്ക് വരാം. പലരും എന്തെങ്കിലും സഹായം ചെയ്യാൻ അവർ തയ്യാറാണെങ്കിൽ തന്നെ അതിനൊക്കെ പെട്ടെന്നൊരു തടസ്സം വരുന്നതുകൊണ്ട് നമ്മുടെ ഉറക്കക്കുറവ്, മനസ്സിന് ടെൻഷൻ, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളെ കാണുവാനും മുന്നോട്ട് പോകുവാനും. പണം ആർക്കെങ്കിലും നമ്മൾ കടം കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഷുവറിറ്റി, ജാമ്യമൊക്കെ നിൽക്കുക, അതിന് ഒട്ടും പറ്റിയ സമയമല്ല എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പണ്ടത്തെ ബാധ്യതകളോ എന്തെങ്കിലും ഷുവറിറ്റി നിന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ അതിൻ്റെ പ്രയാസങ്ങളും വരുവാൻ സാധ്യതയുള്ള സമയമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയണം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അല്പം വരുമാനം കൂടുതലുണ്ടാകാം. എന്നാൽ അതുകൊണ്ട് ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, വിപുലീകരിക്കുക, അതൊന്നും തൽക്കാലം അതിനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം കുറച്ച് പണം ആവശ്യം വരുന്ന ഒരു വാരമാണ്. അടുത്ത വാരത്തിലും അങ്ങനെയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ അല്പം പണം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങും റൈഡിങ്ങും ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളോ ഒക്കെ വരുവാൻ സാധ്യത ഏറെയുള്ള വാരമാണെന്നും പ്രത്യേകിച്ചറിയാം. എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വന്നോളും എന്നുള്ളതിൽ സംശയം വേണ്ട. അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു വാർത്ത കേൾക്കുവാനോ, ഒരു കത്ത്, ഒരു മെസ്സേജ് വരുവാനോ, അൺഎക്സ്പെക്റ്റഡായിട്ട് അല്പം പണം വന്നു ചേരുവാനോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനോ ഉള്ള യോഗവും ഈ വാരം കാണുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. ഇത് ദിവസം 9 പ്രാവശ്യം ജപിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ ശനിപ്രീതി പൂർണ്ണമാകും. അതുകൊണ്ട് തന്നെ ചില പ്രയാസങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആ പ്രയാസങ്ങളാകാതെ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ തന്നെ അങ്ങോട്ട് പൊക്കോളും. അങ്ങനെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമായിരുന്നു. എല്ലാവരുടെയും നമ്മൾ സഹായത്തിന് ആവശ്യപ്പെടുന്നവരിൽ ഒന്നും സഹായം കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. ചിലരൊക്കെ പെട്ടെന്ന് ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്നതായിട്ട് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം. മിത്രങ്ങൾ പോലും ശത്രുക്കളാകുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു എന്ന് മാത്രമല്ല അവരുടെയൊക്കെ സഹകരണവും വളരെ കുറവായിരുന്നു. ഓഫീസിലും അതുപോലെ തന്നെയാണ്. വളരെയധികം ടെൻഷൻസ് ഉണ്ടായിരുന്നു ഒരു കാലമായിരുന്നു. അവിടെയും വ്യക്തികളെ കൊണ്ടും ചില പ്രത്യേക സിറ്റുവേഷൻസ് കാരണവും ഉറക്കക്കുറവും മനസ്സിന് ടെൻഷനും ഏറിയിരുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്തിനൊരു മാറ്റമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്തൊരു ജോലി വന്നു ചേരുവാനും സാലറി അരിയേഴ്സോ പെൻഷൻ അരിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു അരിയർ ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ അങ്ങോട്ട് നീങ്ങുന്നതായി അനുഭവപ്പെടും. പ്രണയിക്കുവാനുള്ള ഒരു ബാൻഡ് ഓഫ് മൈൻഡും ആ പ്രായത്തിലുള്ളവർക്ക് പ്രണയിക്കുവാനുള്ള ഒരു സാധ്യത ഏറെയാണ്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. ബിസിനസ്സിലൊക്കെ പുതിയ പാർട്ട്നേഴ്സ് വന്നു ചേരുവാനും അതുകൊണ്ട് ബിസിനസ് ഒന്ന് വിപുലീകരിക്കുവാനും സാധ്യതയുണ്ട്. ചിട്ടിയോ അല്ലെങ്കിൽ ലോണോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തരപ്പെടുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ചില അനുകൂലമായിട്ടുള്ള ഫലസൂചനകളുണ്ട്. അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി കൃഷ്ണപ്രീതി വരുത്തുക എന്നുള്ളതാണ്. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീകൃഷ്ണ സ്തോത്രം, അഷ്ടോത്തര ശതനാമാവലി ധാരാളം മതി. അത് ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം.
സാമ്പത്തികമായി മെച്ചമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. കഴിഞ്ഞ ചില കാലങ്ങളായിട്ട് അല്പം പണമൊക്കെ വന്നിട്ടുണ്ടാകും, അല്പം സേവിങ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഈ രാശിയിലെ ചില നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് ചോദ്യ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരുമാനം ഒരു പക്ഷേ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. വരുമാനം ഉണ്ടെങ്കിൽ തന്നെ അത് ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അവർ ചിലവിൽ പ്രത്യേക ഒരു നിയന്ത്രണം പാലിക്കണം. പണം കയ്യിലുണ്ടെങ്കിലും നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ലോൺ തരപ്പെടുകയാണെങ്കിലും ഈ രാശിക്കാർ പൊതുവേ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ചോദ്യ നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഫൈനാൻഷ്യൽ ഡീലിങ്സിലൊക്കെ അവരൊരു സൈൻ ചെയ്യുന്നത് തന്നെ പിന്നീട് അവർക്ക് പ്രയാസങ്ങളുണ്ടാക്കാം. അതുകൊണ്ട് ആർക്കും ഷ്യൂരിറ്റി നിൽക്കരുത്, ആർക്കും പണം കൊടുക്കുവാനും പറ്റിയ സമയമല്ല എന്നറിയാം. പ്രണയകാര്യങ്ങൾക്കൊട്ടും അനുകൂലമായിട്ടുള്ള ഒരു വാരമല്ല. വിവാഹ നിശ്ചയവും ഒന്ന് ശ്രദ്ധിക്കണം. ജാതക പരിശോധനയൊക്കെ നടത്തി ആചാര്യസ്ഥാനീയർ, കാരണവസ്ഥാനീയർ അവരുടെയൊക്കെ അഭിപ്രായം കേട്ട് അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും വിവാഹ കാര്യങ്ങൾക്ക് നല്ലത്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് പ്രകടമാകുവാനുള്ള സാധ്യത വിദ്യാർത്ഥികളുടെ ഇടയ്ക്കുണ്ട്. ശരീരത്തിനൊരു ക്ഷീണം, അലസത ഇവയും ഡോമിനേറ്റ് ചെയ്യാം. സരസ്വതീ സ്തോത്രം ജപിച്ചോളൂ. രൂപധ്യാനം, സരസ്വതിയെ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. സരസ്വതി ദേവിയുടെ ഒരു രൂപം മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട്, വീണാപാണിയായിട്ടുള്ള സരസ്വതി ദേവിയെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടൊരു സരസ്വതി സ്തോത്രം നമ്മൾ ജപിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇതൊരു 12 പ്രാവശ്യം ജപിച്ചോളൂ ദിവസവും കിഴക്ക് ദർശനമായിട്ട്. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നമുക്ക് ഔചിത്യത്തോടുകൂടി സംസാരിക്കുക. ഇൻ്റർവ്യൂ ആയാലും, വ്യക്തികളായാലും, ഓഫീസിലായാലും, ഗൃഹത്തിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പെരുമാറുവാനും പല കലഹങ്ങളും ഒഴിവാക്കുവാനും ഇതുകൊണ്ട് കഴിയും. വ്യക്തികൾ അകന്നു പോകുന്നത് നമുക്ക് ഒഴിവാക്കുവാൻ ഈ ജപം വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ്റെ ഒരു ടെൻഷൻ അതൊക്കെ ഒന്ന് കുറയുന്ന വാരമാണ് എന്നുള്ളതാണ്. അതായത് വരുമാനം ഇങ്ങനെ സൂചനകളൊക്കെ വന്നിട്ട് വരുമാനം അങ്ങോട്ട് ശരിയാകാണ്ടിരിക്കുക, ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുക. പലപ്പോഴും സെയിൽസൊക്കെ വളരെ ഡൗൺ ആയിരുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്ന് കാണുന്നുണ്ട്. അതിലല്പം മെച്ചമായിട്ടുള്ള സൂചനകൾ, അങ്ങോട്ട് പെട്ടെന്ന് മെച്ചമാകുന്നുള്ളതല്ല, മെച്ചമാകുന്നതിന് ഒരു സൂചന ലഭിക്കുവാൻ ഭാഗ്യം ഈ വാരമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോണ്, ക്രെഡിറ്റ് സൗകര്യങ്ങൾ, സാങ്ഷൻ, ഗവൺമെൻറ് സാങ്ഷനൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ഹൈ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു വാരമാണ്. അനുകൂലമായിട്ടുള്ള ഒരു പെരുമാറ്റം, സഹകരണം അവരിൽ നിന്നുണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട്. ബന്ധുക്കളെ കൊണ്ട് ചില ചെറിയ നേട്ടങ്ങൾ വന്നു ചേരാനും ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകാത്തൊരവസ്ഥയിലും മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഒരു എനർജി ലെവൽ കൂടുവാനുമൊക്കെയുള്ള ഭാഗ്യമുണ്ട്. അത് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുക. വിദ്യാർത്ഥികളും ജോലി അന്വേഷിക്കുന്നവരും പ്രത്യേകിച്ചും ചെറിയൊരു ജോലി തരപ്പെടുവാനോ വരുമാന മാർഗം ഉണ്ടാകുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പെർഫോമൻസ് ഒന്ന് മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വാരവുമാണ് എന്നുള്ളതുകൊണ്ട് വിനോദവും കൂട്ടുകെട്ടും കുറച്ച് പഠനകാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വീട്ടമ്മമാർക്ക് പൊതുവെ ഹോം അപ്ലയൻസസോ വീട്ടിനാവശ്യമുള്ള എന്തെങ്കിലും അഡീഷണൽ ലക്ഷറി ഐറ്റമോ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഈ രാശിനാഥൻ ചൊവ്വയാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയെ വണങ്ങുക. അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ചൊവ്വയുടെ സ്തോത്രവും ഭദ്രകാളി സ്തോത്രവും ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
പല മാറ്റങ്ങളും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വന്നിട്ടുണ്ടാകും. ആ കാലം വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് സാമ്പത്തികമായി മെച്ചപ്പെടുവാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതുവെ ഫൈനാൻഷ്യലായിട്ടൊക്കെ കുറച്ച് സെക്യൂർ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബാധ്യതയുള്ളവരും ജോലിയൊന്നും തരപ്പെടാത്തവർക്കുമൊക്കെ ഇപ്പോൾ ഒന്ന് ജോലി, എന്തെങ്കിലും ഒരു വരുമാന മാർഗം വരിക, ജോലിയിലൊരു സ്റ്റെബിലിറ്റി വരിക, ടെമ്പററി ആയിട്ടുള്ളവർക്ക് പെർമനൻ്റ് ആകാനോ അല്ലെങ്കിൽ വരുമാന വർധനവിനോ ഒക്കെയുള്ള ഭാഗ്യം കാണുന്നു. MNCയിലൊക്കെ വർക്ക് ടെൻഷൻസ് കൂടുന്ന ഒരു സമയമാണ്. എന്നാൽ ജോലി മാറുവാൻ ശ്രമിക്കരുത് ഇക്കാലം. കാരണം ദൈവാധീനം പൂർണ്ണമല്ല എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഒരു ജോലി മാറിയാൽ മറ്റൊരു ജോലി കിട്ടുവാൻ വൈകാം എന്നുള്ളതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രണയിക്കുവാൻ പറ്റിയ സമയമല്ല, എന്നാൽ പ്രണയം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു വാരമാണെന്നറിയാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു ലിമിറ്റ് വെക്കേണ്ട ഒരു കാലമാണ്. വിദ്യാർത്ഥികൾ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനൊരു ടൈം ലിമിറ്റ് വെക്കുക. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം തടസ്സവും നമ്മുടെ ശ്രദ്ധക്കുറവ്, ഒരു ലാക്ക് ഓഫ് ഫോക്കസും ഒക്കെ വരുന്ന സമയമാണ്. വിനോദം, കുറച്ച് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചോളുക. ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇത് മാത്രമല്ല, ഗൃഹത്തിലുണ്ടാകുന്ന വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ലീഗൽ നിയമപരമായിട്ടുള്ള ചില കോംപ്ലിക്കേഷൻസും ഒക്കെ സൂചനയിലുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ആ പ്രയാസങ്ങൾ അങ്ങോട്ട് നീങ്ങിപ്പോകും എന്നുള്ളതാണ്. വ്യാഴപ്രീതി വരുത്തുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴനെ വണങ്ങുക. വിഷ്ണു ക്ഷേത്രം വ്യാഴാഴ്ച മുടങ്ങാതെ ദർശനം നടത്തിക്കോളൂ. കഴിയുമെങ്കിൽ അവിടെ ഒരു സഹസ്രനാമാർച്ചന കൂടി കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും കുറയും. ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക, അല്ലെങ്കിൽ ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കരകോടി തുല്യം എന്നാരംഭിക്കുന്ന ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, ജോലിയിലുണ്ടായിരുന്ന ഒരു അൺസർട്ടനിറ്റിയും ഇതുകൊണ്ട് നീങ്ങിപ്പോകും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളുടെയും സൂചന വ്യക്തമായി തുടങ്ങുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അതായത് വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ആഡംബരങ്ങൾ, ലക്ഷറി ഐറ്റംസ് വാങ്ങുവാനുള്ള യോഗമുണ്ട്. പുതിയ വാഹനമോ ഡ്രസ്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സഹായം, പ്രസൻസ് ഒക്കെ, അതായത് സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുന്നു. അതായത് പ്രൊഫഷണൽ കോഴ്സസിന്, മെഡിക്കൽ എൻജിനീയറിംഗ് അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ തീസിസൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയമാണെങ്കിൽ അത് അനുകൂലമായി വരിക. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള സൂചനകളാണ് ഈ വാരം കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻസ് കാണുന്നുണ്ട്. ചിട്ടി മുതലായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലമായിട്ടാണ് കാണുന്നത്. വിവാഹ കാര്യങ്ങൾക്കും ശ്രമിച്ചോളൂ. പ്രത്യേകിച്ച് ചൊവ്വാദോഷമൊക്കെ ഉള്ളവർ ഇപ്പോൾ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യവും വരും. എന്നാൽ മനസ്സിന് അല്പം ഒരു ടെൻഷനോ രാത്രികാലങ്ങളിൽ അല്പം ഒരു ഉറക്കക്കുറവോ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുടെയോ ഒരു സൂചനയുണ്ട് എന്നുള്ളതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ച് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ശിവാഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് നടത്തണം. എന്ന് മാത്രമല്ല, ഡ്രൈവിങ്ങും റൈഡിങ്ങിലും ഒക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ തട്ടുമുട്ട എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചെറിയ ചെറിയ ക്രാഷസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുവഴി അധിക പണച്ചെലവിനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് കഴിയുന്നതും രാത്രികാല സഞ്ചാരം ഒന്ന് കുറച്ചോളുക. ഹൈസ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒഴിവാക്കുക. വിദ്യാർത്ഥികൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയാം. കൂട്ടുകെട്ടുകൊണ്ട് പ്രയാസങ്ങൾ, അന്യർക്ക് ജാമ്യമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു വാരമാണ് എന്നുള്ളതുകൊണ്ട് അതൊന്ന് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. പ്രാർത്ഥന കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. നമസ്തേസ്തു മഹാമായേ
ശ്രീപീഠേ സുരപൂജിതേ എന്നാരംഭിക്കുന്ന മഹാലക്ഷ്മി സ്തോത്രം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ഈ അധിക ചെലവിനുള്ള ഒരു പരിഹാരമാകും, വരുമാനം വർദ്ധിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പഴയ കടമൊക്കെ ഉള്ളവർക്ക് മനസ്സിനല്പം പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം. ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയമാണ്. വിഷമിക്കേണ്ട കാര്യമില്ല. ഈ മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ, പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് അപ്രത്യക്ഷമാകും. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തവർക്ക് ഒരുപക്ഷെ തോന്നലുണ്ടാകും, ഇതൊക്കെ അങ്ങോട്ട് ശരിയാവും, എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ജപധ്യാനാദികൾ പറഞ്ഞ ജപം നടത്തി മുന്നോട്ട് പൊയ്ക്കൊള്ളുക. കോഴ്സ് ചെയ്യുവാൻ കഴിയും എന്ന് മാത്രമല്ല, നന്നായിട്ട് അതിൽ പെർഫോമൻസും പോസിബിൾ ആയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ പ്രാർത്ഥന രാശിനാഥൻ ശനി ആയതുകൊണ്ട് ശനിപ്രീതി കൂടെ വരുത്തിക്കൊള്ളൂ. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഉദ്ദേശിച്ച പണം ഉദ്ദേശിച്ച സമയത്ത് ലഭിക്കണം എന്നില്ല എന്നുള്ളതാണ്. വാഹനത്തിനോ ഗൃഹത്തിനോ ഒക്കെ റിപ്പയർ വർക്കോ അല്ലെങ്കിൽ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ആവശ്യമായി വരുന്ന ഒരു വാരമാണ്. അപ്പോൾ അതിനായിട്ട് അല്പം പണം കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ ലോണൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യവും ഈ വാരം വരാം. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല. ലോണൊക്കെ തരപ്പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നോ ഒക്കെ സഹായം വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അതുകൊണ്ട് അല്പം ഒരു ടെൻഷൻ ഉണ്ടായാൽ തന്നെയും ആ ടെൻഷനൊക്കെ പരിഹൃതമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കാം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കൂട്ടുകെട്ട് ഒഴിവാക്കി തന്നെ പഠന കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. വ്യാഴൻ അത്ര ദൈവാധീനം അത്ര അങ്ങോട്ട് ശുഭമായിട്ടുള്ള ഒരു സമയമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള കൂടുതൽ പണം മുടക്കിയുള്ള എന്ത് ബിസിനസ്സിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴുള്ള ബിസിനസ് വിപുലീകരിക്കുവാനോ പുതിയ പാർട്ട്ണറെ എടുക്കുവാനോ ഒന്നും പറ്റിയ സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് മനസ്സുകൊണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പ്രണയം തൽക്കാലം വേണ്ട, അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. അതുപോലെ സൗഹൃദത്തിന് ഒരു കൺട്രോൾ വേണം. ചില സൗഹൃദങ്ങൾ കൊണ്ട് ധനനഷ്ടവും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സൽപ്പേരിന് തന്നെ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നറിഞ്ഞിരിക്കുക. വ്യാഴപ്രീതിയും വിഷ്ണുപ്രീതിയുമാണ് വരുത്തേണ്ടത് ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട്. ഇപ്പോൾ വ്യാഴൻ്റെ സ്തോത്രം ജപിച്ചോളുക, അത് വളരെ പ്രധാനം. വിഷ്ണു സ്തോത്രവും കൂടി ജപിച്ചോളുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള ആ സ്തോത്രം ജപിച്ചോളൂ, ആ ശ്ലോകം ജപിച്ചോളുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് പ്രയാസങ്ങളൊക്കെ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഐശ്വര്യമുള്ള മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ആരോഗ്യമുള്ള ഒരു വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കാമെന്ന് വെച്ചാൽ മെയിൽ ചെയ്യാം എന്നുള്ളതാണ്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, പേരും എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് ഇതും ഉണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അല്പം വൈകിയേക്കാം, ഒരുപക്ഷെ ധാരാളം മെയിൽസ് വരുന്നതുകൊണ്ട് ഒരുപക്ഷെ വൈകിയേക്കാം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. മെയിൽ അയയ്ക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരുവാനായിട്ട് പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ മെയിലിലേക്ക് പോവുകയാണ്. ധാരാളം പേര് പ്രോഗ്രാം നന്ദി, നമസ്കാരം, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ സുനിൽ കൊച്ചുമോൻ, ശ്രീ ബാബു, ശ്രീ അഗസ്റ്റിൻ, ശ്രീ ശരത് ആൻഡ് ശ്രീ പരമേശ്വരൻ, ഇവരുടെയൊക്കെ നമസ്കാരവും താങ്ക്സും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ സൗഭാഗ്യവതി ശ്യാമള, ധന്യ, ശ്രീമതി മിനി ജയശങ്കർ, ഇങ്ങനെ റിത്തി, സ്നേഹകല,
ഇവരുടെയൊക്കെ താങ്ക്സും നമസ്കാരവും വന്നിട്ടുണ്ട്. തിരിച്ചും നമസ്കാരം പറയുന്നു. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രോഗ്രാം കാണുക. പ്രോഗ്രാമിലേക്ക് സംശയങ്ങളൊക്കെ അയക്കാവുന്നതാണ് ബൈ മെയിൽ. ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. ഇനി കത്തുകളിലേക്കാണ്. കുമാരി റാഗിനാഥ്, കൊറ്റാമം, നക്ഷത്രം മൂലം, 29 വയസ്സായി. വിവാഹം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോലിക്കാരെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും മൂല നക്ഷത്രം ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സമയമൊന്നുമില്ല കേട്ടോ, അയച്ചിട്ടില്ല. മൂല നക്ഷത്രം ആയതുകൊണ്ട് 9 മാസം കൂടി കഴിഞ്ഞിട്ടാണ് 2025 അവസാനമോ 2026 ആദ്യ ഭാഗമോ ആണ് വിവാഹ കാര്യങ്ങൾക്ക് നല്ലത് എന്നുള്ള കാര്യം അറിയാം. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ജാതകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജാതകത്തിൽ ദോഷങ്ങൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 7 ചൊവ്വ 8 രാഹു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടി ചെയ്യണം. സർപ്പപ്രീതി അത്യാവശ്യം വരുത്തിക്കോളൂ. ഇപ്പോഴുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമാകും. വ്യക്തികളിൽ നിന്നോ ചില സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ തടസ്സങ്ങൾ തോന്നിക്കുന്നുവെങ്കിൽ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ കേട്ടോ. ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദേവി എല്ലാ കാര്യങ്ങളിലും രക്ഷ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ശില്പ യസ്മേനൻ, ഒറ്റപ്പാലം, 37 വയസ്സ്, ഉത്രാടം നക്ഷത്രം, സെക്കൻഡ് മാരേജാണ്. നേരത്തെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായി. പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യം ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അന്ന് കാലം ഒട്ടും അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മെച്ചമായിട്ടുള്ള കാലമാണ് എന്ന് മാത്രമല്ല, ഉത്രാട നക്ഷത്രം ആയതുകൊണ്ട് മെച്ചമായിട്ട്, അത് മാത്രമല്ല പൊതുവെ ഇപ്പോൾ പറയുകയാണെങ്കിൽ മെച്ചമായിട്ടുള്ള കാലമാണ്. വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ശ്രമിച്ചോളൂ. വിവാഹം വരുന്ന 9 മാസത്തിനകം തന്നെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. 2 ചൊവ്വയും അങ്ങനെയുള്ളൊരു ഗുളികസ്ഥിതിയൊക്കെയുള്ള ജാതകമായതുകൊണ്ട് കോപ സ്വഭാവം ഉണ്ടെങ്കിൽ നിയന്ത്രിച്ചോളൂ കേട്ടോ. അഭിപ്രായം പറയുന്നതിലുമൊക്കെ ഒരു നിയന്ത്രണം വേണം. യോഗധ്യാനം ശീലിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വരുന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നെ തിങ്കളാഴ്ചകളിൽ ചെയ്യാവുന്ന കാര്യം വ്രതം എടുക്കുക. മത്സ്യമാംസാദികൾ ഒഴിവാക്കി പ്രാർത്ഥിക്കുക. ഇവിടെ അടുത്ത തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കോളൂ. കഴിയുന്ന തിങ്കളാഴ്ചകളിലൊക്കെ അവിടെ ദർശനം നടത്തിക്കോളൂ. പ്രയാസങ്ങളൊക്കെ നീങ്ങും. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. നല്ലൊരു കുടുംബസ്ഥ ആകുവാനുള്ള യോഗവും ജാതകത്തിലുണ്ട്. സന്തോഷമായിരിക്കും. ശ്രീ പീതാംബരൻ, 68 വയസ്സ്, പുണർദം നക്ഷത്രം, സാമ്പത്തികം എങ്ങനെയാണ്? ചെറിയൊരു പ്രൊവിഷൻ സ്റ്റോറുണ്ട്. അത് നന്നായി പോകുന്നില്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ്. ഇപ്പോൾ വയസ്സായി വരുന്നു, 68 വയസ്സായി. ഞാൻ എന്താ ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ബിസിനസ്സിൽ ഈ വർഷം തന്നെ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വർഷം തന്നെ പുണർദം നക്ഷത്രമാണ്, കർക്കിടകം രാശി. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത 2025 മാർച്ചിന് മുമ്പ് തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുവാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ സന്തതി സ്ഥാനീയരിൽ നിന്നോ അതേ മക്കളിൽ നിന്നോ ഒക്കെ ആയിട്ടായിരിക്കും പണം വരുന്നത്. എന്തായാലും വരുന്ന 9 മാസത്തിനകം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ശനിയാഴ്ചകളിൽ വ്രതമെടുത്തോളൂ. ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എല്ലാ പ്രയാസങ്ങളും, സാമ്പത്തികം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങും. ഇത് മാത്രമല്ല, മനസ്സിനൊരു സന്തോഷവും സമാധാനവും വരും. ഒരു ലക്ഷ്യബോധം കൂടി വരാൻ നാരായണീയ പാരായണം കൂടി നടത്തിക്കോളൂ. ദിവസവും ഒരു 4 ദശകം വെച്ചിട്ട് നമ്മൾ പാരായണം ചെയ്യുക. 41 ദിവസത്തിനകം തന്നെ അത് പൂർത്തിയാക്കിക്കൊണ്ട് നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ അന്നദാനം നടത്തി, ആരായാലും തിരക്കേടില്ല, അന്നദാനം നടത്തുക. എന്നിട്ട് വീണ്ടും പാരായണം തുടരുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. നല്ലൊരു വരും കാലങ്ങളിൽ തന്നെ അനുകൂലമായിട്ടുള്ള ഫലസൂചന വരും. സന്തോഷമായിരിക്കുക. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ ഉണ്ടാകണം. അത് എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
ഓം ശ്രീ വിഘ്നേശ്വരായ.